യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ്. ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കൺവെൻഷൻ രൂപീകരിച്ചു, UNCRC. 1959 യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ കുട്ടികളുടെ അവകാശങ്ങളുടെ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ്, DRC അഡോപ്റ്റ് ചെയ്തു. ദ DRC ഡിസ്ക്രൈബ് 10 പ്രിൻസിപ്പിൾസ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അത് മെയിൻലി ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് 10 പ്രിൻസിപ്പിൾസ് ആയിരുന്നു. പക്ഷേ എല്ലാ രാജ്യങ്ങളും അതിൽ ഒപ്പുവെച്ചില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട വിധത്തിലുള്ള പ്രാധാന്യം ലഭിച്ചില്ല. എന്നാൽ ഇത് യൂണിവേഴ്സലി കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ റൈറ്റ്സ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതിന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. ദാറ്റ് മീൻസ് ദ DRC പേവ്ഡ് ദ വേ ടു ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, which is popularly known as United Nations Convention on the Right of the Child, UNCRC. അതായത് 1959 ഡിക്ലെയർ ചെയ്ത DRCക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടെ അത് UNCRC എന്ന യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തുടക്കത്തിന് കാരണമായി എന്നൊക്കെ പറയാം. നവംബർ 20, 1989 യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ട് UNCRCയെ എല്ലാ കൺട്രീസും അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് കുട്ടികളുടെ അവകാശങ്ങളെയൊക്കെ നിയമപരമായി അംഗീകരിച്ച ഒരു അന്താരാഷ്ട്ര കരാറ് രൂപീകരിക്കുന്നത്. ഇതിൽ മെയിൻലി 54 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അത് മെയിൻലി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ ഡിസ്ക്രിമിനേഷൻ, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, റൈറ്റ് ടു ലൈഫ്, സർവൈവൽ ആൻഡ് ഗ്രോത്ത് ആൻഡ് കൺസേൺ ഫോർ ദ വ്യൂ ഓഫ് ചൈൽഡ് ഒക്കെ ആയിരുന്നു മെയിൻലി ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് വിവേചനം ഇല്ലാണ്ടാക്കുക, കുട്ടികളുടെ താല്പര്യത്തിന് മുൻഗണന നൽകുക, അതുപോലെ ജീവിക്കാനും ജീവൻ നിലനിർത്താനും വളരാനും ഒക്കെയുള്ള കുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, കുട്ടികളുടെ അഭിപ്രായത്തെ മാനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേകം റൈറ്റ്സുകൾ കൂടാതെ നമ്മുടെ അഡൽട്ടിന് കൊടുക്കുന്ന എല്ലാ റൈറ്റ്സുകളും, അതായത് സിവിൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, ഫാമിലി എൻവയോൺമെൻറ്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് കെയർ, ബേസിക് ഹെൽത്ത് ആൻഡ് വെൽഫെയർ, എഡ്യൂക്കേഷൻ, ലേഷർ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സൊക്കെ കുട്ടികൾക്കും ബാധകമായിരുന്നു. അതായത് UNCRC മെയിൻലി 4 കോർ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നോൺ ഡിസ്ക്രിമിനേഷൻ, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, റൈറ്റ് ടു സർവൈവൽ ആൻഡ് ഡെവലപ്മെൻറ്റ്, റെസ്പെക്ട് ഫോർ ദ വ്യൂ ഓഫ് ദ ചൈൽഡ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോട്ടൽ 54 ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ ആർട്ടിക്കിൾസും കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ എല്ലാ ആർട്ടിക്കിൾസും എന്താ പറയുന്നത് എന്നുള്ളത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാ ആർട്ടിക്കിൾസിൻ്റെയും ഒരു ചുരുങ്ങിയ രൂപം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ പറ്റുന്നതൊക്കെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം എക്സാമിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇത് കംപ്ലീറ്റ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഞാൻ ലാസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. പറ്റുമെങ്കിൽ അത് പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള കുറച്ച് ആർട്ടിക്കിൾസ് പഠിക്കുക. UNCRCയെ കുറിച്ച് ചോദിക്കുമ്പോൾ 54 ആർട്ടിക്കിൾസ് ആണ് അതിലുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ദ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ എമംഗ് ദം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആർട്ടിക്കിൾസ് എഴുതിയാൽ മതി കേട്ടോ. കംപ്ലീറ്റ് 54 ആർട്ടിക്കിൾസും അതുപോലെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എല്ലാവരും ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിരിക്കും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കംപ്ലീറ്റ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ ആർട്ടിക്കിൾസിൻ്റെയും ഒരു ഷോർട്ട് ഫോം ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. ആർട്ടിക്കിൾ 1 ചൈൽഡിനെ ഡിഫൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഒരു ചൈൽഡ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാണ് ചെയ്തത്. എന്താ ഒരു ചൈൽഡ് എന്ന് പറഞ്ഞാൽ എനിവൺ അണ്ടർ 18 ഇയേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അതായത് 18 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും UNCRCയിൽ വരുന്ന നിയമങ്ങളൊക്കെ ബാധകമാണ് അല്ലേ. ഇനി 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായവരാവട്ടെ, അല്ലെങ്കിൽ 18 വയസ്സിന് മുമ്പായിട്ട് ജോലി പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷനൊന്നും ഇല്ലാണ്ട് ജോലിയൊക്കെ എടുത്ത് ഒരു ഫാമിലി മാൻ ആയിട്ട് നിൽക്കുന്ന ആളുകളാവട്ടെ, ആരായാലും 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UNCRC പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും ഈ 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്കും ബാധകമാണ് അല്ലേ. ആർട്ടിക്കിൾ 2 നോൺ ഡിസ്ക്രിമിനേഷനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ രീതിക്കുള്ള റൈറ്റാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ ജാതി, മതം, ഭാഷ അല്ലെങ്കിൽ ജെൻഡർ അങ്ങനെയുള്ളതിൻ്റെ വിവേചനങ്ങളൊന്നും ഈ പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്സുകളിൽ നമ്മൾ കാണിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 3 ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. അതായത് കുട്ടികളുടെ താല്പര്യങ്ങൾ, കുട്ടികളെ ബാധിക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. അതാണ് ആർട്ടിക്കിൾ 3 ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ആർട്ടിക്കിൾ 4 ഇംപ്ലിമെൻറ്റേഷൻ ആണ്.
എങ്ങനെയാണ് ഈ കരാറുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സർക്കാരും നിയമ സംവിധാനങ്ങളും ഉണ്ടാക്കി ഈ അവകാശങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് ആർട്ടിക്കിൾ 4 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 5 പാരൻസിനുള്ള ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട് അല്ലേ. ആർട്ടിക്കിൾ 5 ഡിസ്ക്രൈബ് ചെയ്യുന്നത് പാരന്റൽ ഗൈഡൻസ് ആണ്. അതായത് കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് അല്ലേ. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടെ തന്നെ കുട്ടികളുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക കൂടി ചെയ്യണം. അതായത് നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതോടുകൂടെ കുട്ടികളുടെ ഒപ്പീനിയനും കൂടെ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് പാരന്റൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 5 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 6 ഡിസ്ക്രൈബ് ചെയ്യുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഓരോ കുട്ടിക്കും ജീവിക്കാനും വളരാനും ഒക്കെയുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിൾ ഡിഫൈൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 7 നെയിം ആൻഡ് നാഷണാലിറ്റി ആണ്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജനനം രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം, അതുപോലെ പേര്, പൗരത്വം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടുന്നതിനുള്ള അവകാശമൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ജനിച്ച കാര്യം രജിസ്റ്റർ ചെയ്യാനും അതുപോലെ മാതാപിതാക്കളെയൊക്കെ അറിയാനും അതുപോലെ അവരാൽ പരിചരിക്കപ്പെടാനൊക്കെയുള്ള അവകാശത്തിനെയാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 8 ഐഡന്റിറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് അടയാള സംരക്ഷണം എന്നൊക്കെ നമ്മൾ പറയും. കുട്ടികളുടെ പേര്, പൗരത്വം, കുടുംബ ബന്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമവിരുദ്ധമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ആർട്ടിക്കിൾ 9 സെപ്പറേഷൻ ഫ്രം പാരന്റ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് മാതാപിതാക്കളിൽ നിന്നുള്ള വേർതിരിവ്. അതായത് കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും വേർപെടുത്തണമെങ്കിൽ അത് കുട്ടികളുടെ താല്പര്യം കൂടെ പരിഗണിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ആർട്ടിക്കിൾ 9 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ആർട്ടിക്കിൾ 12 വ്യൂസ് ഓഫ് ദ ചൈൽഡ് ആണ്. അതായത് കുട്ടികളുടെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടുള്ള റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 12 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അവരുടെ അഭിപ്രായം അറിയിക്കാനും അത് പരിഗണിക്കപ്പെടാനും അവകാശമുണ്ട്. ആർട്ടിക്കിൾ 13 to 17 ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, തോട്ട്, റിലീജിയൻ, അസോസിയേഷൻ, പ്രൈവസി, അക്സസ് ടു ഇൻഫർമേഷൻ ഒക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 19 പ്രൊട്ടക്ഷൻ ഫ്രം വയലൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതായത് റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം അബ്യൂസ്, നെഗ്ലക്റ്റ് ആൻഡ് വയലൻസ്. ആർട്ടിക്കിൾ 20 to 21 സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ ചിൽഡ്രൻ വിത്തൗട്ട് ഫാമിലീസ് ആൻഡ് റൂൾസ് ഫോർ അഡോപ്ഷൻ ഒക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ചില കുട്ടികൾക്ക് ഫാമിലിയിൽ കഴിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ഫിസിക്കലിയോ അല്ലെങ്കിൽ മെൻ്റലിയോ ഒക്കെ അബ്യൂസ് ചെയ്യുന്ന ആളുകളുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഫാമിലിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക്, അതായത് ഫാമിലിയിൽ കഴിയാൻ സാധിക്കാത്ത കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രൊട്ടക്ഷനും അതുപോലെ അവരെ നിയമാനുസൃതമായി ദത്തെടുക്കാനൊക്കെയുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ദത്തെടുക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 to 21. ആർട്ടിക്കിൾ 23 ഡിസേബിൾഡ് ചിൽഡ്രനെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് റൈറ്റ് ടു ഡിഗ്നിറ്റി, ഫുൾ പാർട്ടിസിപ്പേഷൻ ആൻഡ് കെയർ ഒക്കെ ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ഹെൽത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക, സേഫ് വാട്ടർ, ന്യൂട്രീഷൻ, ക്ലീൻ എൻവയോൺമെന്റ് ഒക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ അണ്ടറിൽ വരുന്നത്. ആർട്ടിക്കിൾ 26 to 27 റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് സമൂഹത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും അതുപോലെ മാന്യമായിട്ട് ജീവിക്കാനും മാന്യമായ ജീവിത നിലവാരത്തിൽ ജീവിക്കാനൊക്കെയുള്ള അവകാശങ്ങളെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 to 27. ആർട്ടിക്കിൾ 28 to 29 റൈറ്റ് ടു ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മസ്റ്റ് ഡെവലപ്പ് പേഴ്സണാലിറ്റി ആൻഡ് റെസ്പെക്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സൗജന്യമായ എലമെൻ്ററി വിദ്യാഭ്യാസം അതുപോലെ വ്യക്തിത്വ വികസനം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ആർട്ടിക്കിൾ 28 to 29 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 30 to 31 റൈറ്റ് ഓഫ് മൈനോറിറ്റി ചിൽഡ്രൻ, റൈറ്റ് ടു പ്ലേ, റെസ്റ്റ്, റീക്രിയേഷൻ, കൾച്ചർ ആൻഡ് ആർട്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 32 to 36 പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ലേബർ, ഡ്രഗ്സ്, സെക്ഷൽ അബ്യൂസ്, ട്രാഫിക്കിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് കുട്ടികളെ അവർ ബുദ്ധിമുട്ടുള്ള തൊഴിലുകളിൽ നിന്ന് അതുപോലെ മയക്കുമരുന്നുകളിൽ നിന്ന് സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 മുതൽ ആർട്ടിക്കിൾ 36 വരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 37 നോൺ ടോർച്ചർ, ക്രൂവൽ പണിഷ്മെന്റ് ഓർ അൺലോഫുൾ ഡിറ്റൻഷനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്.
ആർട്ടിക്കിൾ 38 നോൺ റിക്രൂട്ട്മെന്റ് അണ്ടർ 15 ഇയേഴ്സ് ഇൻ ആർമഡ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ യുദ്ധങ്ങളിൽ പങ്കെടുപ്പിക്കരുത്, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ എല്ലാ കോൺഫ്ലിക്റ്റുകളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38. ആർട്ടിക്കിൾ 39 പീഡനം, ചൂഷണം, യുദ്ധം മുതലായവയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കുട്ടികളുടെ പുനരധിവാസം, അതായത് അവരെ റിക്കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൈറ്റ്സുകളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 39 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 14 കുട്ടികൾക്കായിട്ടുള്ള നീതിന്യായം, മാന്യമായ വിചാരണ, അതുപോലെ സമൂഹത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരവസരം കൊടുക്കുക. അതായത് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. ഓരോ കുട്ടികളും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ തെറ്റുകളിലോട്ട് പോകുന്നത് അവർ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ ഒരു ലിവിങ് സിറ്റുവേഷന് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ സമൂഹത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ അവരെ കുറ്റവാളികൾ എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ ഒരു ബാഡായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നമ്മൾ തള്ളുന്നതിന് പകരമായിട്ട് അവർക്ക് വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള അവസരങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്സിനെയാണ് ആർട്ടിക്കിൾ 40 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 42 ഡിസ്ക്രൈബ് ചെയ്യുന്നത് ചിൽഡ്രൻസ് ആൻഡ് അഡൾട്ട് മസ്റ്റ് നോ അബൌട്ട് ദീസ് റൈറ്റ്സ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇത്രയും റൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ റൈറ്റ്സുകളൊക്കെ ആസ് എ ചൈൽഡ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് കുട്ടികളും, അതുപോലെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറച്ച് റൈറ്റ്സുകൾ ഉണ്ട് എന്നുള്ളത് പേരൻസും അവെയർ ആയിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവരുമായിട്ട് അവയർനെസ് നടത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പേരൻസിനെയും കുട്ടികളെയൊക്കെ അതേക്കുറിച്ച് ഉള്ള നോളജ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 42. ടോട്ടൽ നമുക്ക് 54 ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. 43 മുതൽ 54 വരെയുള്ള ആർട്ടിക്കിളുകൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അഡൽട്ടും എങ്ങനെയാണ് ഈ റൈറ്റ്സുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ റൈറ്റ്സുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് കേട്ടോ ആർട്ടിക്കിൾ 43 മുതൽ 54 വരെയുള്ള റൈറ്റ്സുകൾ. ഈ ടോട്ടൽ 54 ആർട്ടിക്കിൾസുകളെ നമുക്ക് 9 ഗ്രൂപ്പ്സ് ആയിട്ട് തരംതിരിക്കാം. ജനറൽ പ്രിൻസിപ്പിൾസ് 2, 3, 6, 12 ഒക്കെയാണ് ജനറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. Civil and political rights, family, environment and alternative care, health and welfare, education, leisure and culture, protection from violence, protection from exploitation എന്നൊക്കെ പറഞ്ഞിട്ട് 9 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 54 ആർട്ടിക്കിൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കാം. ഇത്രയും ആർട്ടിക്കിൾസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ടോട്ടൽ 54 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിനെ 9 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് 19, 20, 23, 24, 28, 32, 33, 34, 35, 36, 38, 40 ഈ ആർട്ടിക്കിൾസുകളെ ഒന്ന് മെൻഷൻ ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള 2-3 ആർട്ടിക്കിൾസുകളെ മെൻഷൻ ചെയ്താലും മതി കേട്ടോ. ഉള്ളവേ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ മെൻഷൻ ചെയ്യാന്നുള്ളത് തന്നെയാണ് അല്ലേ. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അല്ലേ. കാരണം എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ നമുക്കതെല്ലാം ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയാലും മതി കേട്ടോ. മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾസ് അഡോപ്റ്റ് ചെയ്തത് സൈൻഡ് ബൈ 189 UN മെമ്പർ സ്റ്റേറ്റ്സ് ആൻഡ് 149 ലീഡേഴ്സ്. അതിൻ്റെ ടാർഗറ്റ് ഇയർ വരുന്നത് 2015 ആകുമ്പോഴേക്കും ഇതിൻ്റെ മെയിൻ ഗോളുകളൊക്കെ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തണം. അതിൻ്റെ മെയിൻ ഫോക്കൽ ഗോൾസുകൾ വരുന്നത് റെഡ്യൂസിങ് പോവേർട്ടി, ഹങ്കർ, ഡിസീസ്, ഇല്ലിറ്ററസി, ജെൻഡർ ഇനീക്വാലിറ്റി, എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ. മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾസിന് മെയിൻലി 8 ഗോൾസ് ആണ് ഉള്ളത്. എക്സ്ട്രീം ആയിട്ടുള്ള പോവേർട്ടിയും ഹങ്കറൊക്കെ ഇല്ലാണ്ടാക്കുക, അതുപോലെ തന്നെ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യുക, ജെൻഡർ ഇക്വാലിറ്റിയെയും അതുപോലെ വുമൺ എംപവർമെൻറ്റിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, ശിശുമരണ നിരക്ക് കുറക്കുക, അതുപോലെ തന്നെ മറ്റേണൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, മലേറിയ, എയ്ഡ്സ് അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ എതിരായിട്ട് പോരാടുക, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എൻഷ്യൂർ ചെയ്യുക, ഗ്ലോബൽ ലെവലിലുള്ള ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ കൺട്രീസിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള 8 ഗോളുകളാണ് MDGക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് 7 ഗോൾസ് മെയിൻലി പോവേർട്ടിയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഇൻ്റർകണക്ട് ചെയ്തിട്ടുള്ള ഗോൾസുകളായിരുന്നു. ഓരോ ഗോൾസിനും കുറച്ച് ടാർഗറ്റുകൾ കൂടെയുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഗോൾ 1 റെഡ്യൂസ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ, അതായത് ദാരിദ്ര്യവും വിശപ്പും ഒക്കെ കുറക്കുക എന്നുള്ളതായിരുന്നു.
അതിൻ്റെ മെയിൻ എയിമിൽ വരുന്നതായിരുന്നു 1.25 താഴെ പ്രതിദിന വരുമാനമുള്ളവരുടെ എണ്ണം പകുതിയാക്കുക. അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ യുവാക്കൾക്കൊക്കെ മാന്യമായിട്ടുള്ള തൊഴിൽ ഉറപ്പാക്കുക. അതുപോലെ വിശപ്പുള്ളവരുടെ എണ്ണം 1990 മുതൽ 2050 വരെയുള്ള കാലയളവിൽ ഇപ്പോൾ ഉള്ളവരുടെക്കാട്ടിലും പകുതിയാക്കുക. വിശപ്പ് കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാത്ത ആളുകളുടെ എണ്ണം ഇപ്പോൾ ഉള്ള അളവിൽ നിന്നും പകുതിയാക്കുക. ഇതൊക്കെയായിരുന്നു അതിൻ്റെ മെയിൻ ടാർഗറ്റുകളായിട്ട് വരുന്നത്. ഇനി ഗോൾ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് വരുന്നത് അല്ലേ. എല്ലാ കുട്ടികൾക്കും, അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എലിമെൻ്ററി എഡ്യൂക്കേഷൻ 2015 ആവുന്നതോടുകൂടെ എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എലിമെൻ്ററി എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ഗോൾ 2ൻ്റെ മെയിൻ ടാർഗറ്റായിട്ട് വരുന്നത്. ഇനി ഗോൾ 3 നമ്മൾ നോക്കുകയാണെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ആണല്ലേ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ജെൻഡർ ഇക്വാലിറ്റി ആണല്ലേ, അതായത് എലിമിനേറ്റ് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ഗോൾ 4 ഡിസ്ക്രൈബ് ചെയ്യുന്നത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി ആണ്, അതായത് ശിശുമരണ നിരക്ക് കുറക്കുക. 1990 മുതൽ 2050 വരെയുള്ള കാലഘട്ടത്തിൽ ശിശുമരണ നിരക്ക് 2/3 ആയിട്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ മെയിൻ ടാർഗറ്റ്. ഗോൾ 5 വരുന്നത് മെറ്റേണൽ ഹെൽത്ത് ആണ് അല്ലേ, അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 75% റെഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂണിവേഴ്സൽ അസിസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ പ്രാബല്യത്തിൽ വരുത്തുക. ഗോൾ 6 ഡിസ്ക്രൈബ് ചെയ്യുന്നത് HIV, എയ്ഡ്സ്, മലേറിയ ആൻഡ് ഡിസീസ് പോലെയുള്ള രോഗങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ. ഗോൾ 6 ഡിസ്ക്രൈബ് ചെയ്യുന്നത് അത് മെയിൻലി 2015 HIV അല്ലെങ്കിൽ എയ്ഡ്സിൻ്റെ ഒക്കെ വ്യാപനം തടയുക. 2010 HIV പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അസസ് ചെയ്യാനുള്ള രീതിയിലോട്ടാക്കുക. അതുപോലെ മലേറിയ അങ്ങനെയുള്ള ബാക്കിയുള്ള ഡിസീസസുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. അതൊക്കെയായിരുന്നു ഗോൾ 6ൻ്റെ മെയിൻ എയിമായി വരുന്നത്. എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പോളിസീസുകളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ലോസ് റെഡ്യൂസ് ചെയ്യാം. 2015 പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ അല്ലെങ്കിൽ ക്ലീൻ വാട്ടറൊക്കെ എല്ലാവർക്കും അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പകുതി പോപ്പുലേഷനെങ്കിലും അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ടാർഗറ്റിൽ എത്തിച്ചേരുക എന്നുള്ളതൊക്കെയായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ 2020 100 മില്യൺ കുടിയേറ്റക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക. അതൊക്കെ ഈ ഒരു ഗോൾ 7ൻ്റെ അണ്ടറിൽ വരുന്ന ടാർഗറ്റുകളാണ്. ഗോൾ 8 ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ് ആണ് അല്ലേ. അതായത് ആഗോള പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് ഫെയർ ട്രേഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം, അഡ്രസ് നീഡ് ഫോർ ലീസ്റ്റ് ഡെവലപ്ഡ് ആൻഡ് ലാൻഡ് ലോക്ക്ഡ് നേഷൻ, സോൾവ് ഡെപ്ത് പ്രോബ്ലം ഓഫ് ഡെവലപ്പിംഗ് നേഷൻ, അഫോർഡബിൾ എസെൻഷ്യൽ ഡ്രഗ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഷെയർ ബെനിഫിറ്റ് ഓഫ് ന്യൂ ടെക്നോളജീസ് ഒക്കെയാണ് ഇതിൻ്റെ ടാർഗറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ട്രാൻസിഷൻ ടു SDG മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾസ് 2000 സ്റ്റാർട്ട് ചെയ്ത് 2015 ആകുമ്പോഴേക്കും അതിൻ്റെ ഗോൾസുകളൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലേ അതിൻ്റെ ഉദ്ദേശം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് 2015 സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലി 199 കൺട്രീസ് ചേർന്നിട്ട് 2030 വരെ ആകുമ്പോഴേക്കും ആ ഒരു ഗോൾസൊക്കെ സക്സീഡ് ചെയ്യുക എന്നുള്ള രീതിക്ക് തീരുമാനം എടുത്തു. അതായത് SDGയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ MDG തന്നെയാണ്. SDG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, അത് ഇൻക്ലൂസീവ് ആണ്. അതിന് മെയിൻലി 70 ഗോൾസ് ആണ് ഉള്ളത്. MDGക്ക് നമ്മൾ 8 ഗോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ് അറ്റ് ദ UN ജനറൽ അസംബ്ലി ഇൻ September 2015, the 2030 agenda for sustainable development was adopted by 199 countries. It includes 70 sustainable developmental goals and 169 targets. The SDG, also called Global Goals, are universal plan to end poverty in all forms, create equality, justice and peace, protect the planet, ensure prosperity for all by 2030. They were developed through wide consultation with the government and people worldwide. There are 5 P's in sustainable developmental goals. ഏതൊക്കെയാ 5 P വരുന്നത്? Planet, people, prosperity, peace and partnership. ഇത് കൂടാതെ അതിന് മെയിൻലി 4 കമ്പോണൻറ്റ് കൂടെയുണ്ട്: ഹ്യൂമൻ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ. അതിൻ്റെ ഡെഫിനിഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കുക, എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉറപ്പിലാക്കുക. എല്ലാ കൺട്രീസും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദാരിദ്ര്യമില്ലാത്ത ലോകം, വിശപ്പില്ലാത്ത ലോകം, നല്ല ആരോഗ്യം, അതുപോലെ തന്നെ നല്ലൊരു വെൽബീയിങ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ജെൻഡർ ഈക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി, ഇന്നൊവേഷൻസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ അവർക്കും അവൈലബിൾ ആകുന്ന രീതിക്ക് ആക്കുക. അതുപോലെ തന്നെ ഇനീക്വാലിറ്റീസ്, അസമത്വങ്ങൾ കുറക്കുക, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഷിപ്പ് ഫോർ ഗോൾഡ്. ഇത്രയും ഗോൾസുകളാണ് 17 ഗോൾസുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസിന്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസിൽ ഏതൊക്കെ ചൈൽഡ് റൈറ്റ്സുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസിൽ നമ്മൾ ലോകത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റൈറ്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. SDGയും അതുപോലെ ചൈൽഡ് റൈറ്റ്സും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് അല്ലേ. 2015 മുതൽ തന്നെ അതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതായത് മില്ലേനിയം ഡെവലപ്മെന്റൽ ഗോൾസിൻ്റെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് 2015 മുതൽ തന്നെ കുട്ടികളുടെ റൈറ്റ്സുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അതിൽ ചെറിയ പ്രോഗ്രസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് കുറഞ്ഞു. അതുപോലെ കുട്ടികൾക്ക് ആരോഗ്യവും അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷനും അതുപോലെ ലിവിങ് കണ്ടീഷനും ഹെൽത്തൊക്കെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. ഇപ്പോഴും SDGയുടെ ഗോൾസ് ഒന്നും എത്തിച്ചേരാത്ത ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് 2013 അജണ്ട. കുട്ടികളുടെ അവകാശങ്ങൾ, അതായത് UNCRC പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് SDG നടപ്പിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പങ്കാളിത്തം എല്ലാ കാര്യങ്ങളിലും കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതായിരുന്നു. ലീവ് നോ വൺ ബിഹൈൻഡ് ആണ് അതിൻ്റെ മെയിൻ മോട്ടോ. അതായത് ഒരാളും അതായത് പ്രത്യേകിച്ച് ഒരു കുട്ടിയും പിന്നിലാകരുത് എന്നുള്ളതാണ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ മോട്ടോ. ചിൽഡ്രൻ ആസ് ഏജന്റ് ഓഫ് ചേഞ്ച്. SDGയുടെ വ്യൂ പോയിന്റിൽ കുട്ടികളും എന്തുതന്നെയാണ് ഒരു ആക്റ്റീവ് സിറ്റിസൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ മേക്കിങ്ങിലും അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വോയിസ് ഒന്നും ഇല്ല അല്ലേ. അതായത് ചെറിയ മക്കളാണ്, അവർക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. അതായത് ലിവിങ് നോ ചൈൽഡ് ബിഹൈൻഡ്. ഒരാളെയും പ്രത്യേകിച്ച് കുട്ടികളെ എന്ത് ചെയ്യരുത്, പിന്നിലാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതാണ് SDGയുടെ മെയിൻ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഓരോ സ്റ്റേറ്റുകളും ഡിസ്ക്രിമിനേഷൻസും ഇനീക്വാലിറ്റീസും ഒക്കെ റിമൂവ് ചെയ്ത് മാക്സിമം കുട്ടികളുടെ ഡിഗ്നിറ്റിയും റൈറ്റും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ പോളിസീസ് ഷുഡ് ആൾവേസ് ഇൻ്റഗ്രേറ്റ് ചിൽഡ്രൻസ് റൈറ്റ് ടു എൻഷുർ ഫെയർനെസ് ആൻഡ് ഇക്വാലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. എങ്ങനെയാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരാറുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. 10 മാർക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ 5 മാർക്ക് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറുകളിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് എക്സാമിന് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആവാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഓരോ ഫീഡ്ബാക്കുകളും നമുക്ക് അത്രയും വാല്യുബിൾ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കൂടാതെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു.